ഹലോ ഗൈസ്, ഹലോ. വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷോയിൽ അമ്മ പോയ അഭിനവ് ഹിയറിന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കാന്താര 2 അതിൽ ഡയറക്റ്റഡ് ബൈ ഇപ്പം വരെ പറഞ്ഞതേ ഇല്ലോ പേര്. നല്ല പടം. പേര് ഋഷഭ് ഷെട്ടി അല്ല, ആക്ട്രസിന്റെ ആക്ട്രസ് കള്ളനാട്ടാ. ഇത്തിരി സമയം പറഞ്ഞ സിനിമ രക്ഷയില്ല ഗൈസ്, എല്ലാരും കാണാൻ പോവാ. അടിപൊളിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ എന്ത് റിവ്യൂ ആണ്? റിവ്യൂ പടം കാണാൻ എന്തായാലും പൈസ മുടക്കുന്നത്. അപ്പൊ പിന്നെ ഒരു വീഡിയോ എടുത്ത അഥവാ ഏതെങ്കിലും വീഡിയോ പോയി കേറിയാലോ. ഉദ്ദേശിക്കുന്ന റിവ്യൂവും എന്റർടൈൻമെന്റും തമ്മിലൊരു കൊളാബറേഷൻ. എന്ന് വെച്ചാൽ നമ്മളിതൊരു ഇതായിട്ട് ചെയ്യുന്നില്ല, നമ്മള് ചെയ്യുന്നു. നമുക്കൊരു എഫേർട്ട് ഒന്നും ഇല്ല. മനസ്സിലാവുന്ന സിനിമ കുറച്ചിങ്ങനെ മനസ്സിലാലോ കൊണയടിക്കുന്നത് പായസത്തിലോ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ബന്ധമില്ലല്ലോ അമ്മ പറയുന്നത് സിനിമയായിട്ട്. അതേപോലെ അടിപൊളിയാണ് ഗൈസ് പടം. എന്നാ ചങ്ങേരി വരുന്ന നടന്റെ ഷെഡ്ഡി, ഋഷഭ് ഷെഡ്ഡി. അടിപൊളിയാണ് ചങ്ങായി. അയാൾ ഡയറക്ടർ, റൈറ്റർ എല്ലാം. അതല്ലേ സംഭവല്ലേ ഇവിടെ മലയാളത്തിലെല്ലാം ഉണ്ട് അങ്ങനത്തെ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടാണ്. അവന് ആക്ട്രസിനെ പറ്റി നിന്റെ ഫേവറേറ്റ് എന്നോട് മറ്റേ സീനിലെ ഹാഷ്ടാഗ് ഓളപ്പരാന്ന് ഞാൻ പറയല്ലോ എന്തിനാന്ന് പറഞ്ഞേക്ക. പത്താള് കാണും. പക്ഷെ ഇതിലൊരു ക്ലൈമാക്സ് എന്ന് പറയാനൊന്നുമില്ല. എന്നാ ക്ലൈമാക്സ് പറയാനില്ലേ? നല്ല പടാ. ഫുഡി പൈസ അക്കൗണ്ട്, അതാണ് എല്ലാരും പോയി തെറി വിളിച്ചു. ശിവൻ വരുന്നുണ്ടല്ലോ ലാസ്റ്റ്. അല്ലേ അത് പറയണ്ട. ഇല്ല, എല്ലാരും പറഞ്ഞത് എല്ലാവരും മറ്റേ കോക്കന്റെ ഫുള്ള് നമ്മളെത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നില്ല. അപ്പൊ നമ്മ അങ്ങനെ ഋഷഭ് ഷെട്ടി വിളിക്കാം. എന്നാ മോനെ ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞു. നമ്മള് പിടിക്കുക കൊണ്ടുപോവാ ലാസ്റ്റ്. അറിയില്ല നമുക്ക്. പിന്നെ കുറച്ച് പായസ ഇതിലോടാ വീട് പോളേച്ചിട്ട് ആയോടയിലോടുന്ന് 10 ആൾക്കാരെ കാണും. കാന്തര വണ്ണായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. കാന്തര വണ്ണ എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഓർമ്മയില്ല എനക്ക്. പക്ഷെ ഇല്ല, ബന്ധമില്ല. അങ്ങനെ ഇതൊരു പാസ്റ്റ് സ്റ്റോറി പോലെ പറയുന്നത്. ഇനി 3ാം ഭാഗം ഉണ്ട്. അതുമായിട്ട് ഒരു കണക്ഷനും ഈ പടത്തിൽ ലാസ്റ്റ് എല്ലാരും. അല്ല, അതിൽ ആ തെയ്യല്ലാണ്ട് വേറൊരു ബന്ധമില്ല. പക്ഷെ രസമുണ്ടല്ലേ കണ്ടിരിക്ക. ഒരു ബാഹുബലിന്റെ ഒരു ഫീൽ വന്നു എനിക്ക്. പക്ഷെ മോനെ മറ്റേ പടം കണ്ടിട്ടല്ല അതിൽ യുദ്ധം വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കമ്പയർ. കണ്ണപ്പ നീ എന്റെ മോനെ അതെല്ലാം വെച്ച് നോക്കുമ്പോ ഇതൊരു കണ്ണപ്പേരാണ്. അത് ഫുള്ള് കണ്ടുപിടിച്ച എന്റെ ഒരു കോട്ടർ മതി. നമ്മ തിയേറ്ററിൽ കാണും. അപ്പൊ ഓക്കെ അല്ലേ? നമ്മ അർച്ചനയിലാ വന്നിട്ടില്ലേ ഫസ്റ്റ് ഷോ തന്നെ. എല്ലാ വീഡിയോയിലും കുറെ നാൾക്ക് ശേഷം ഫസ്റ്റ് ഷോക്ക് വരുന്നത്. ഫസ്റ്റ് അല്ലേ കുറെ ഫുള്ളാണ്ടായ സീറ്റെല്ലാം നല്ല രസം. പക്ഷെ ഈ സീറ്റ് കൊള്ളാട്ടാ ഇരുന്നത്. കറക്റ്റ് സീറ്റ് നൈസ് സീറ്റ്. അപ്പൊ എല്ലാരും വന്ന് കാണുക. അടിപൊളി പടാന്ന്. ബിജിഎമ്മും എല്ലാരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രസമുണ്ട് ഇങ്ങനെ പറഞ്ഞിപ്പോ എല്ലാം ഇങ്ങനെ കണ്ടിരിക്കും. രുക്മിണി വാസം നന്നായിട്ട് അഭിനയിച്ചു. അതാ നമ്മളോട് പറയുന്നില്ല എന്നോട്. ആദ്യം രുക്മിണി ഷെട്ടി ഫേക്കാ. അമ്മ അങ്ങനെ ഒരാളെ ഫാൻ ആയിരിക്കും. പിന്നെ മമ്മൂട്ടിയും മോഹൻലാലിന്റെ അടുത്ത പടം വരുന്നുണ്ട്. അതായിരിക്കും അടുത്ത നമ്മളെ ഫസ്റ്റ് ഷോ. പെട്രോയിറ്റ് അല്ല, അതായിരിക്കും നമ്മളെ അടുത്ത ഫസ്റ്റ് ഷോ വരുന്നത്. അതൊന്നും ഇപ്പോഴൊന്നും അല്ലാതെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലും അല്ല, കഴിഞ്ഞിട്ട് പോലും രണ്ടാളുണ്ട്. അങ്കിളും ഉണ്ട് നമ്മളെ ചേട്ടനുണ്ടതില്. അതെന്തായാലും നല്ലൊരു 500 കോടി അടിക്കാൻ പറ്റിയ ഒരു പടമായിരിക്കും അത്. 500 കോടിയാ? ഇല്ല, അത് ലോകാറ്റ് എന്തായാലും ലൂസിഫർ 3. അതേപോലെ അടങ്ങിയത് ഗൈസ്. നല്ല സിനിമയാണ്, എല്ലാരും വന്ന് കാണുക. അർച്ചനയിൽ വന്നിട്ടില്ല. അപ്പൊ ഓക്കെ അല്ലേ? വരുന്നവര് കാണാൻ വരാത്തവര്. ബൈ.